പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളൊരു അലോപ്പതി ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തരാൻ കഴിയുന്ന മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഏതൊക്കെയാണ്? ആ മരുന്നുകൾ നിങ്ങൾക്കുണ്ടാക്കാൻ പോകുന്ന മറ്റ് തകരാറുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായും ആൽഫ ബ്ലോക്കേഴ്സ് ആണ് നിങ്ങൾക്ക് തരിക. ടാംസുലോസിൻ, സിലോഡോസിൻ അങ്ങനെയുള്ള മരുന്നുകൾ കിട്ടും. ഇത് പ്രോസ്റ്റേറ്റിലെയും യൂറിനറി ബ്ലാഡറിലെയും മസിലുകളെ ഒന്ന് റിലാക്സ് ചെയ്യും, അയച്ചുവിടും. അതോടെ മൂത്രം ഒഴുകിപ്പോകാനായിട്ട് സാധ്യതയായി. പക്ഷേ അത് നിങ്ങളുടെ ഹൃദയത്തിന് കുഴപ്പമുണ്ടാക്കും. തലകറക്കം, ഒരുതരം പാളിച്ച, BP പെട്ടെന്ന് കുറഞ്ഞു പോകുക, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന നിൽക്കുമ്പോഴെല്ലാം BP കുറഞ്ഞു പോകുന്നൊരവസ്ഥ വരാം. സെക്ഷുവലായിട്ട്, ലൈംഗികമായിട്ട് നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരാം. അസാധാരണമായ രീതിയിൽ നിങ്ങളുടെ ബീജങ്ങൾ തിരിച്ച് ഒഴുകാനും യൂറിനറി ബ്ലാഡറിൽ പോയി വീഴാനും ഇടയാവാം. സിലോഡോസിൽ എന്ന് പറയുന്ന മരുന്ന് കഴിച്ചാൽ ഇത് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു ദോഷഫലമാണ്. ഇനി അടുത്തത് 5 ആൽഫ റെഡ്യൂക്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് ആണ്. 5 ARIS എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഫിനാസ്റ്റെറൈഡ്, ഡൂറ്റാസ്റ്റെറൈഡ്. ഇതും വീർത്തു നിൽക്കുന്ന പ്രോസ്റ്റേറ്റിനെ ചുരുങ്ങാൻ ഇടയാക്കുന്നതാണ്. അതും ഹോർമോണുകളെ ബ്ലോക്ക് ചെയ്തിട്ടാണ്, നന്നാക്കിയിട്ടല്ല. ദോഷഫലം എന്ന് പറയാൻ നിങ്ങളുടെ സെക്സ് ഡ്രൈവ് അങ്ങില്ലാണ്ടാകും, ഉദ്ധാരണമില്ലാതെയാകും. ചിലപ്പോൾ തോന്നലുണ്ടായെന്ന് വരാം, പക്ഷേ അതിനുള്ള കഴിവില്ലാതെയാകും. അതേപോലെ നിങ്ങളുടെ ബീജത്തിൻ്റെ അളവുകൾ തീരെ കുറയാം. 2025 ഒരു പുതിയ പഠനമനുസരിച്ച് ഈ മരുന്നുകൾ നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാക്കാം, പ്രമേഹം ഉണ്ടാക്കാം, ഫാറ്റി ലിവർ ഉണ്ടാക്കാം, ലിവറിന് കേടുവരുത്താം, സൈക്കോളജിക്കലായ പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾ പ്രോസ്റ്റേറ്റിന് വേണ്ടിയുള്ള ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾ മാനസികമായ വിഭ്രാന്തികളിലേക്ക് തന്നെ വരാം. അല്ലാതെ തന്നെ മാനസികമായി പ്രശ്നമുള്ളവരുടെ എണ്ണം കൂടി വരികയാണ്. അങ്ങനെയുള്ളവരാണ് ഈ മരുന്ന് കഴിക്കുന്നതെങ്കിൽ അവരുടെ കാര്യം പറയുകയും വേണ്ട. അതേപോലെ തന്നെ ഈ മരുന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ മാർക്കറുകൾ അഗ്രസീവായിട്ടൊന്ന് കൂട്ടിയെന്നും വരാം. ആൻറ്റി കോളിനർജീസ്, ഓക്സിബ്യൂട്ടൈനിൻ, ടോൾട്ടറോഡൈൻ ഇങ്ങനെയുള്ള മരുന്നുകൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത് മൂത്രം ഒഴിക്കാനുള്ള ഒരു അർജൻസി, പെട്ടെന്ന് തന്നെ ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പോയില്ലെങ്കിൽ പ്രയാസമായി. ചിലപ്പോൾ മുണ്ടിൽ തന്നെ അല്ലെങ്കിൽ പാൻറ്റിൽ തന്നെ പോയെന്ന് വരും. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾക്കൊക്കെ നൽകുന്ന മരുന്നാണ്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ സിംറ്റംസിന് നൽകുന്നതാണ്. വരണ്ട വായ, ഭയങ്കരമായ അമിതമായ ദാഹം ഉണ്ടാകുക, അതുപോലെ കാഴ്ച മങ്ങുക, മലബന്ധം ഉണ്ടാക്കുകയൊക്കെയാണ് ഈ മരുന്നുകളുടെ പ്രധാനപ്പെട്ട പൊതുവായി കണ്ടുവരുന്ന ദോഷങ്ങൾ, കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. കുറേ കാലം നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മരുന്നുണ്ടാക്കുന്ന കുഴപ്പങ്ങളിലൊന്ന് ഡിമെൻഷ്യ, മറവി രോഗമാണ്. പിന്നെ നിങ്ങളുടെ ബുദ്ധി കുറയ്ക്കാനുള്ള കഴിവും ഈ മരുന്നുകൾക്കുണ്ട്. ഓവർ ആക്റ്റീവായ യൂറിനറി അർജൻസിക്കുള്ള ഈ മരുന്ന് മൂത്രം കുറച്ച് അവിടെ തങ്ങിക്കിടക്കുന്നൊരവസ്ഥ ഉണ്ടാക്കും. മുഴുവനുമായി നിങ്ങൾക്ക് ഒഴിച്ചു കളയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. PDE5 ഇൻഹിബിറ്റേഴ്സ് ആണ് അടുത്ത മരുന്ന്. ടഡാലാഫിൽ ഒരു മരുന്നാണ്. അതിൽ പൊതുവായിട്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ തലവേദന, നടുവേദന, മുഖം ചുവന്നു തൊടുക്കുക, ദഹനപ്രയാസം വരിക. അതുപോലെ നൈട്രേറ്റ്സ് ടൈപ്പുള്ള മരുന്നുകളുമായി ആ മരുന്ന് കഴിക്കുന്ന ആളുകൾ ഈ മരുന്ന് കൂടെ കഴിക്കുകയാണെങ്കിൽ രക്തസമ്മർദ്ദം തീരെ കുറഞ്ഞ് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നൈട്രേറ്റ്സ് മരുന്നുകളെന്ന് പറഞ്ഞാൽ ഹൃദ്രോഗത്തിന്, അതേപോലെ BPക്ക്, ഫിഷറിന് വരെ നൽകി വരുന്ന മരുന്നാണ് ഈ നൈട്രേറ്റ്സ്. ഹൃദ്രോഗത്തിനും BPക്കുമുള്ള നൈട്രേറ്റ് മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ പ്രോസ്റ്റേറ്റിൻ്റെ മരുന്നായിട്ട് ഇതെങ്ങാനും കഴിച്ചാൽ ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വരും. അല്ലായെങ്കിൽ ആളുകൾ കരുതും നടക്കുന്ന വഴി കുഴഞ്ഞു വീണ് മരിച്ചു, അത് കാലക്കേടിൻ്റെതാണ്, പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലഡ് ക്ലോട്ട് കണ്ടുവന്ന് വരും. ഒരിക്കലും മരണകാരണം ഇതായിട്ട് തിരിച്ചറിയപ്പെടാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിൽ. ഇനിയും നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ സർജറിക്ക് പോവാം. ധാരാളം പേര് പോയി കുഴപ്പത്തിലാകുന്നുണ്ട്. ചെയ്യാം സർജറിയൊക്കെ, പക്ഷേ കടുങ്കൈ പ്രയോഗങ്ങളാണ്, അറ്റകൈ പ്രയോഗമാണ്.
അവിടെയും പരാജയപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? സർജറി ചെയ്ത് പരാജയപ്പെട്ടവരും കൂടുതൽ തകരാറുകളിലേക്ക് വന്നവരും ധാരാളമുണ്ട് എന്നുള്ളത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം. അങ്ങനെയുള്ള കടുങ്കൈക്ക് പോകുന്നതിന് മുമ്പ് പ്രകൃതി രീതികൾ ചെയ്യുകയാണെങ്കിൽ ആ സർജറി ഒഴിവാക്കാൻ പറ്റിയെന്ന് വരാം. ഇനി കാലക്കേടിന് ഒഴിവാക്കാൻ തന്നെ പറ്റിയില്ല എങ്കിലും ആ സർജറിയിൽ പരാജയം കുറഞ്ഞിരിക്കാൻ, കോംപ്ലിക്കേഷൻസ് കുറഞ്ഞിരിക്കാൻ പ്രകൃതി രീതികൾ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. സർജറി കഴിഞ്ഞാലും നിങ്ങൾ പ്രകൃതി രീതികൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും തുടരണം. ഇത് ഏത് സർജറിക്കും ബാധകമാണ് കേട്ടോ. ഏത് രോഗവുമാകട്ടെ, നിങ്ങൾ ആദ്യത്തെ ചികിത്സ പ്രകൃതി ചികിത്സയാക്കണം. അതുകൊണ്ട് മാറിയില്ലെങ്കിൽ മാത്രം അപകടം കുറഞ്ഞത്, അതിനേക്കാൾ അല്പം കൂടിയത്, അങ്ങനെ ഒരു വിവേകത്തിൻ്റെ രീതിയിൽ നിങ്ങൾ ചികിത്സകളെ സമീപിക്കുക. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം അപകട സാധ്യതകൾ കൂടിയ അലോപ്പതി ചികിത്സകളെ നോക്കുക. അതിൽ തന്നെ രക്ഷയില്ല എങ്കിലേ സർജറികൾ തിരഞ്ഞെടുക്കാവൂ. അപ്പോഴും ഏത് സർജറിക്ക് മുമ്പും ശേഷവും പ്രകൃതി രീതികൾ നിങ്ങൾ ചെയ്തിരിക്കണം. നല്ല ഭക്ഷണം തന്നെ കഴിക്കണം. നേരത്തും കാലത്തും കിടന്നുറങ്ങണം. വേണ്ടാത്തത് കഴിക്കരുത്, കുഴപ്പത്തിലാകുന്നത് കഴിക്കരുതെന്നൊക്കെ ഉള്ളൂ അതിനർത്ഥം കേട്ടോ. സർജറിയുടെ, അത് സർജിക്കലായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സിൻ്റെയും മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട്സ് എന്ന് പറയാവുന്നത് സെക്ഷുവൽ ഡിസ്ഫങ്ഷനാണ്. പ്രോസ്റ്റേറ്റിൻ്റെ സർജറി കഴിയുന്നതോടെ നിങ്ങളുടെ കാര്യം അക്കാര്യത്തിൽ ഒരു തീരുമാനമാകും. ED, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇതിനെക്കുറിച്ച് മെഡിക്കൽ റെക്കോർഡുകൾ പറയുന്നത് ദിസ് ഈസ് ഹൈലി കോമൺ ആഫ്റ്റർ ക്യാൻസർ സർജറി occurring in 25 to 75% of patients. For BPH surgery, the risk of new ED is much lower, typically around 5 to 10%. Retrograde ejaculation, dry orgasm എന്ന് പറയാറുണ്ട്. Semen flow back to the bladder, ബീജം നമ്മുടെ മൂത്രാശയത്തിലേക്ക് തിരിച്ചൊഴുകി വീഴുക എന്നുവെച്ചാൽ പെനീസിലൂടെ പുറത്തേക്കല്ല വരുന്നത്, പുറകോട്ട് പോകും. അത് 66 തുടങ്ങി 76% BPH സർജറി കഴിയുന്ന പുരുഷന്മാർക്ക്. പിന്നെ പ്രോസ്റ്റേറ്റ് മൊത്തം റിമൂവ് ചെയ്താൽ ഏതാണ്ട് 100%-നും ഈ പ്രയാസം ഉണ്ടാവാറുണ്ട്. ക്ലൈമാറ്റൂറിയ, ഇത് പ്രോസ്റ്റേറ്റ് സർജറിയുടെ മറ്റൊരു ദുരന്ത ഫലമാണ്. ലൈംഗിക ബന്ധത്തിൽ, അത് ഉദ്ധാരണത്തിനിടയിൽ ബീജം വരുന്നതിന് പകരം മൂത്രം ലീക്ക് ചെയ്യുക. ഇത് 20 തുടങ്ങി 30%-ഓളം സർജറി റിമൂവൽ വന്നു കഴിഞ്ഞാൽ വരുന്നതാണ്. അതുപോലെ മൂത്ര സംബന്ധമായിട്ടുള്ള പല പ്രയാസങ്ങൾ ഉണ്ടാകാം. മൂത്രം നിയന്ത്രിക്കാനാവാതെ ലീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് അതൊരു താൽക്കാലികമായിട്ടുള്ള കുഴപ്പമാണെങ്കിലും വ്യാപകമായിട്ടുണ്ടാകുന്നതാണ്. 5 തുടങ്ങി 16% ആളുകൾക്ക് 1 കൊല്ലത്തോളം ഈ പ്രയാസം കണ്ടുവരുന്നുണ്ട്. അത് ക്യാൻസർ സർജറി ആണെങ്കിൽ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറി ആണെങ്കിൽ, BPH സർജറി ആണെങ്കിൽ 1%-നാണ് അതുണ്ടാകുന്നത്. അതുപോലെ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ആഴ്ചകളിലേക്ക് അർജൻസി പെട്ടെന്ന് തന്നെ പോയേ പറ്റുള്ളൂ. പ്രയാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ പോകേണ്ടതായിട്ട് വരൽ, അങ്ങനെയുള്ള പ്രയാസങ്ങളും സർജറിക്ക് ശേഷം ഉണ്ടാവാറുണ്ട്. അതും കൂടാതെ രക്തം പോകൽ, രക്തം കട്ടയാവൽ, മൂത്രത്തിൽ തന്നെ രക്തക്കട്ടകൾ ഉണ്ടാവൽ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരൽ, അതല്ല എങ്കിൽ സർജറി ചെയ്ത വൂണ്ടുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവൽ, ചിലപ്പോൾ പഴുത്തുനിന്ന് വരാം. അപ്പോൾ ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്കൊക്കെ പ്രയോഗിക്കണം. അവിടെ സ്കാർ ടിഷ്യൂ ഉണ്ടാകുമ്പോൾ മൂത്രനാളികൾ ചുരുങ്ങിപ്പോകുന്ന തരത്തിലുള്ളൊരു പ്രയാസം വരാറുണ്ട്. ബ്ലാഡറിൻ്റെ നെക്ക് ചുരുങ്ങിപ്പോവാം. അത് മാസങ്ങൾ കഴിഞ്ഞോ വർഷങ്ങൾ കഴിഞ്ഞോ ഒക്കെ ഉണ്ടാകാവുന്നൊരു കുഴപ്പമാണ്. അപ്പോൾ വീണ്ടും ഒരു സർജറിക്ക് കൂടെ പോകേണ്ടതായിട്ട് വരും. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന DVT ഓർ പൾമണറി എംബോളിസം ഉണ്ടാവാം. പ്രത്യേകിച്ചും ഈ സർജറി കഴിഞ്ഞും ദേഹം അനങ്ങാതെയൊക്കെ ജീവിച്ചു വരുന്നവരാണെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഗുരുതരമാണ്. അപ്പോൾ വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഈ പ്രയാസത്തിന് മരുന്ന് കഴിക്കുകയോ സർജറിക്ക് പോകുകയോ ചെയ്യാതെ നോക്കേണ്ടതാണ്. മരുന്ന് കഴിക്കുന്നവർ മരുന്ന് കഴിച്ച് പോകുന്നത് സർജറിയിലേക്കാണ്, അവിടെയാണ് എത്തിച്ചേരുക. സർജറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം അത് ഭാഗ്യം അനുസരിച്ചിരിക്കും.
ഇതൊരു ശാസ്ത്രീയമായ രീതിയല്ല. ഫലത്തെക്കുറിച്ച് ഉറപ്പില്ലാത്ത ശാസ്ത്രം, ഫലത്തെക്കുറിച്ച് ഉറപ്പില്ലാത്ത പ്രയോഗങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രീയമെന്ന് പറയാൻ സാധിക്കുക? ഉണ്ടായിരുന്ന ദോഷത്തേക്കാൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് ആളുകളെ തള്ളിയിടുന്ന ചികിത്സകളെയും നമുക്ക് ശാസ്ത്രീയമെന്ന് പറയാൻ സാധിക്കില്ല. അവിടെ ഇത് പരാജയപ്പെടുകയാണ്. അലോപ്പതിയുടെ ചികിത്സകളും സർജറിയും പ്രൊസീജിയറിൽ അത് ശാസ്ത്രീയമാണ്. അതിൻ്റെ ഒരുക്കങ്ങളിൽ, അതിൻ്റെ ഉപകരണങ്ങളിൽ, അതിൻ്റെ പ്രയോഗത്തിൽ ഒക്കെ ശാസ്ത്രീയമാണ്. ശാസ്ത്രീയമല്ലാതെ വരുന്നത് ഒരിടത്ത് മാത്രമാണ്. ഈ ചെയ്തതിൻ്റെ ഫലം നല്ലതല്ല, ശരിയല്ല, ഗുണമല്ല, രോഗനിർമാർജനമല്ല, രോഗമുക്തിയല്ല എന്ന ഒറ്റ കാര്യത്തിലാണ് അത് പരാജയപ്പെടുന്നത്. പ്രകൃതി ജീവനം അതിൽ ഏറ്റവും കൂടുതൽ ഫലം തരുന്ന, ഏറ്റവും ലളിതമായ, ചിലവ് കുറഞ്ഞ, അപകട സാധ്യതകൾ തീരെ കുറഞ്ഞ ഒരു ചികിത്സാ രീതിയാണ്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് വിവേകപൂർവ്വം നിങ്ങൾ ആലോചിക്കണം. തെറ്റായ ജീവിത രീതികളിൽ നിന്ന് മാറി ശരിയായ ജീവിതത്തിലേക്ക് വരാൻ മരുന്നുകൾ, മറ്റു രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉപേക്ഷിക്കാൻ, അതും നിങ്ങൾക്ക് നേച്ചർ ലൈഫിൽ വന്ന് ഏതാനും ദിവസം താമസിക്കുമ്പോൾ സാധിക്കുന്ന കാര്യമാണ്. മറ്റു രോഗങ്ങളും കൂടെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തരാം. വന്നോളൂ. നേച്ചർ ലൈഫ് കോഴിക്കോട് തുടങ്ങി തിരുവനന്തപുരം വരെ 7 സ്ഥലങ്ങളിൽ നമുക്ക് യൂണിറ്റുകളുണ്ട്. 2 പ്രകൃതി ഹോട്ടലുകളുണ്ട്. തിരുവനന്തപുരത്ത് ഗാന്ധി ഭവൻ തൈക്കാടും, കൊല്ലത്ത് ആശ്രമം മൈതാനിക്ക് തൊട്ടുകിഴക്ക് ആയുർവേദ കോംപ്ലക്സിലും പഠിക്കാം. ധാരാളം പുസ്തകങ്ങളുണ്ട്. നാളെ ഇതിൻ്റെ ബാക്കി നമുക്ക് നേച്ചർ ലൈഫ് TV കാണാൻ കഴിയുന്നതാണ്.